നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതുവരെയും നടന്നിട്ടില്ലാത്ത ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു സ്തംഭനം സംഭവിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവെ ഇറാഖ് തീരത്ത് 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ എംബസി ഇക്കാര്യം സ്ഥിരീകരിച്ചു. കപ്പലിലുണ്ടായിരുന്ന 15 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. US കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതാണ് കപ്പൽ. രക്ഷപ്പെട്ട ഇന്ത്യൻ നാവികരുമായി നിരന്തരം ബന്ധപ്പെടുകയാണ് എന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും എംബസി അറിയിച്ചു കഴിഞ്ഞു. ഇറാഖിലെ പ്രധാന ആഴക്കടൽ തുറമുഖമായ അൽ ഫോയിക്ക് സമീപമാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. US ഉടമസ്ഥയിലുള്ള കപ്പലുകൾ ഉൾപ്പെടെ 2 ടാങ്കറുകൾക്ക് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. US ആസ്ഥാനമായുള്ള സഫീസിയ ട്രാൻസ്പോർട്ട് ഇൻകോർപ്പറേറ്റഡിന്റെ ഉടമസ്ഥയിലുള്ളതും മാർഷൽ ഐലൻഡ്സ് പതാക വഹിക്കുന്നതുമായ സഫീസിയ വിഷ്ണു ഗ്രീസ് ആസ്ഥാനമായുള്ള കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതും മാൾട്ടീസ് പതാക വഹിക്കുന്നതുമായ സെഫിറോസ് എന്നിവയുമാണ് ആക്രമിക്കപ്പെട്ടത്. ഇരു കപ്പലുകളിലുമായി ഏകദേശം 4 ലക്ഷം ബാരൽ ഇറാഖി എണ്ണ ഉണ്ടായിരുന്നതായി ഷിപ്പ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തെ തുടർന്ന് കപ്പലുകളിൽ വൻ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതായാണ് വിവരം. കടലിൽ എണ്ണ ചോർന്നതിനെ തുടർന്ന് വെള്ളത്തിൽ തീ പടരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2 കപ്പലുകളിലുമായി ഉണ്ടായിരുന്ന 38 ജീവനക്കാരെ ഇറാഖ് അധികൃതർ രക്ഷപ്പെടുത്തി ബസ്രയിലേക്ക് മാറ്റി. ഇതിൽ സഫീസിയ വിഷ്ണുവിലെ 27 ജീവനക്കാരും ഉൾപ്പെടുന്നു. ആക്രമണത്തെ തുടർന്ന് ഇറാഖിലെ എണ്ണ ടെർമിനലുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇറാനിയൻ ചാവേർ ആക്രമണമാണ് കപ്പലിന് നേർക്കുണ്ടായതെന്നാണ് നിഗമനം. ഇറാനിയൻ ആളില്ലാ ബോട്ടോ വാഹനമോ അല്ലെങ്കിൽ ചാവേർ ബോട്ടോ ആകാം കപ്പലിൽ ഇടിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ട കാര്യം തുറമുഖങ്ങൾക്കുള്ള ജനറൽ കമ്പനിയുടെ ഡയറക്ടർ ജനറൽ ഫർസാൻ അൽ ഫൗത്തൌസി ഇറാഖി വാർത്താ ഏജൻസിയോട് സ്ഥിരീകരിച്ചു. മരിച്ച ഇന്ത്യക്കാരന്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. പേർഷ്യൻ ഗൾഫിലെ ബസ്ര തുറമുഖത്ത് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ ഏരിയയിൽ വെച്ചാണ് കപ്പലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്ന് അൽ ഫാർദൌസി പറയുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന ശേഷിക്കുന്ന 27 ജീവനക്കാരെയും സുരക്ഷിതരായി തന്നെ രക്ഷപ്പെടുത്തി. ഇവരെ ബ്രസീലിലേക്ക് മാറ്റിയതായും അദ്ദേഹം അറിയിച്ചു. 228.6 മീറ്റർ നീളവും 32.57 മീറ്റർ വീതിയുമുള്ള സഫീസിയ വിഷ്ണു 2007 നിർമ്മിച്ച ഒരു അസംസ്കൃത എണ്ണക്കപ്പലാണ്. സ്ഫോടക വസ്തുക്കൾ നിറച്ചെത്തിയ ഇറാഖിന്റെ ചാവേർ ബോട്ട് കപ്പലുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് CNN നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലുമായി നിലനിൽക്കുന്ന സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. തങ്ങളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ രാജ്യത്തിന് നേരെ ആക്രമണം തുടർന്നാൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു തുള്ളി എണ്ണ പോലും കടത്തിവിടില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഏകദേശം ആ സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നെത്തിയെന്ന് വ്യക്തമാകുന്നു. ഹോർമൂസ് കടലിടുക്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹോർമൂസിൽ കിടന്ന 3 വിദേശ കപ്പലുകൾ ഉണ്ടെങ്കിലും അജ്ഞാത ആയുധം ഉപയോഗിച്ച് ഇറാൻ തീക്കിരയാക്കിയ എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. UAE-യിൽ നിന്നെത്തിയ കപ്പലും ഒമാന്റെ വടക്കൻ തീരത്തുണ്ടായിരുന്ന കപ്പലും വടക്കു പടിഞ്ഞാറൻ ദുബായ് തീരത്തുണ്ടായ കപ്പലുകളുമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് വ്യക്തമാക്കുന്നു. ഹോർമൂസിലൂടെ കയ്യൂക്ക് കാണിച്ച് കടക്കാൻ നോക്കിയാൽ കത്തിച്ച് ചാമ്പലാക്കി കളയുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ഇറാൻ അനുവദിക്കുന്ന കപ്പലുകൾ മാത്രമാണ് ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്നത്. പുലർച്ചെ 2 ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിട്ടിരുന്നു. അതിനിടെ US സൈന്യം ഇറാന്റെ 16 മൈൻ നിറച്ച കപ്പലുകൾ തകർത്തുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. 12ാം ദിവസവും യുദ്ധം അവസാനിക്കുന്ന സൂചനയില്ലെന്നാണ് ഇറാന്റെ കനത്ത ആക്രമണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. 55 കിലോമീറ്റർ വീതിയുള്ള ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുന്നതോടെ ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകും. പ്രതിദിനം 13 മില്യൺ ബാരലിൽ ഇന്ധനമാണ് ഹോർമൂസ് വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ കടുത്ത നിലപാടെടുത്താൽ ലോകരാജ്യങ്ങൾ ഇന്ധനത്തിന് ബുദ്ധിമുട്ടും. ഇത് ക്രമേണ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ ഇടയാക്കും. സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഇതിനോടകം തന്നെ LPG ലഭ്യത കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലുകളടക്കം കനത്ത പ്രതിസന്ധിയിലാണ്.
സൈനിക അഭ്യാസത്തിന് മണിക്കൂറുകൾ മാത്രം ഇറാൻ ഹോർമൂസ് ഫെബ്രുവരിയിൽ അടച്ചതോടുകൂടി 6% ഇന്ധന വിലയിൽ വർധനയുണ്ടായത്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ക്രൂഡ് ഓയിൽ ബാരലിന് $200 കടക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം UAE-യിൽ നിന്ന് പുലർച്ചെ ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. ദുബായ് ക്രീക്ക് ഹാർബറിന് സമീപമുള്ള താമസ കെട്ടിടത്തിന് മുകളിൽ ഡ്രോൺ പതിച്ചു. കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ആർക്കും പരിക്കുകളില്ലെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഇസ്രയേൽ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ ചൈനീസ് സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനത്തെ ഇറാൻ ഉപയോഗിച്ചതാകാം എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ആക്രമണത്തിലെ കൃത്യത ഇതാണ് തെളിയിക്കുന്നതെന്ന് ഫ്രാൻസിന്റെ മുൻ വിദേശകാര്യ ഇന്റലിജൻസ് ഡയറക്ടർ അലൈൻ ജൂലെ പറയുന്നു. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ 3 നിബന്ധനകൾ ആണ് ഉള്ളതെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഭാവിയിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ രാജ്യാന്തര തലത്തിലെ ഉറപ്പ് എന്നിവയാണ് ആവശ്യം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിബന്ധനകളോട് US-ഉം ഇസ്രായേലും പ്രതികരിച്ചിട്ടില്ല.